ഒത്തിരി തൊണ്ടുകളുണ്ടായിരുന്നു. ഞാനും കുഞ്ഞും കൂടെ അതെല്ലാം ചാക്കിനകത്താക്കിയാണ് ഇതെല്ലാം അടുക്കി അങ്ങ് വെച്ച്. കാരണം ഇവിടെ തീ കത്തിക്കാൻ പറ്റത്തില്ല. ഞങ്ങളൊരു ഫ്ലാറ്റിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പം തീ കത്തിക്കാനോ അരയ്ക്കാനോ ഒന്നും പറ്റില്ല. അരയ്ക്കാനും തീ കത്തിക്കാനും ഒക്കെ കൊതിയാണ്. കാരണം തൊണ്ടും പൊത്താനും ഒക്കെ കിടക്കുന്ന കാണും കൊതി വരും. പണ്ട് ഒരുപാട് കരിയില വെച്ചൊക്കെ തീ അരിച്ചിട്ടുള്ള ആളുകളാണ്. ഇപ്പം ഇതൊക്കെ കാണുമ്പം കൊതി. ഇതെല്ലാം തൊണ്ടാണ്. ഒരു 7-10 ചാക്ക് തൊണ്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാനും എൻ്റെ കുഞ്ഞും കൂടെ ചേർന്ന്, കുഞ്ഞും എന്നെ സഹായിച്ചു കേട്ടോ. എല്ലാം കൂടെ വാരിയാണ്ട് ഇതിൽ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. എവിടോട്ടെങ്കിലും മാറുന്ന സമയത്ത് ഇരുന്ന് ഉണങ്ങുമല്ലോ, ചീഞ്ഞൊന്നും പോത്തില്ലല്ലോ, എല്ലാം കത്തിക്കാമല്ലോ. കുറേയൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തു. പിന്നെ വിചാരിച്ച് വേണ്ട, ആർക്കും കൊടുക്കണ്ടായിരിക്കട്ടെന്ന്. ഇതെല്ലാം തൊണ്ടാണ്. ഇതെല്ലാം ഇപ്പോൾ ആർക്കും തീ കത്തിക്കാനും അരയ്ക്കാനും ഒന്നും വയ്യ. ഇപ്പോഴും നമുക്ക് അരയ്ക്കുന്നതിനും തീ കത്തിക്കുന്നതിനും ഒന്നും ഒരു മടിയില്ല. കാരണം അതുപോലെ ഐശ്വര്യം വേറെ ഒന്നുമില്ല. പൊത്താൻ വെച്ച് നമ്മുടെ വീട്ടിൽ പുകയും അനക്കമൊക്കെ ഉണ്ടാകണം, എന്നെങ്കിലേ ആ വീട്ടിലൊരു ഐശ്വര്യവും ഒരു ഉന്മേഷമൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ആർക്കും അരയ്ക്കാനും പൊടിക്കാനും ഒന്നും ആർക്കും വയ്യ. നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്യുന്നവർ കാണുമായിരിക്കും. ചെയ്യുന്ന എത്രയോ വീടുകളുണ്ട്. തീയരിക്കുന്ന കരി പിടിച്ച പാത്രമൊക്കെ കണ്ട് കമൻ്റ് ഇട്ടേക്കുന്നതായിട്ടൊക്കെ ഓരോരുത്തർ പറയും. പക്ഷെ അതുപോലെ ഐശ്വര്യമില്ല. നല്ലതുപോലെ തേച്ച് മിനുക്കാമെങ്കിൽ പാത്രം എല്ലാം നല്ല വൃത്തിക്ക് വെളുക്കാതിരിക്കത്തൊന്നുമില്ല. ഇപ്പോഴല്ലേ ഗ്യാസ് വെക്കാമെന്ന്. പണ്ടൊക്കെ ഇതൊക്കെ ആയിരുന്നു എല്ലാവർക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. ബായ്.